കഥകളുടെ പെരുന്തച്ഛന് വിട നൽകാൻ ആയിരങ്ങളാണ് രാവിലെ മുതൽ കോഴിക്കോട് നടക്കാവിലെ സിത്താരയിലേക്ക് ഒഴുകിയെത്തിയത്. സിനിമാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും MTക്ക് അവസാന യാത്രയയപ്പ് നൽകാനായി എത്തി. സാഹിത്യലോകത്തിന് തീരാനഷ്ടം സമ്മാനിച്ച് നിത്യനിദ്രയിലേക്ക് ആണ്ടുകഴിഞ്ഞു മലയാളത്തിലെ മഹാകഥാകാരൻ. അവസാനമായി ആ അക്ഷരപ്രതിഭയെ ഒരു നോക്ക് കാണാനായി ആയിരങ്ങളാണ് MTയുടെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയത്. മലയാള സാഹിത്യത്തെ ലോക സാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ച പ്രതിഭയെയാണ് MTയുടെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പമെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രി സജി ചെറിയാൻ, സ്പീക്കർ AN ഷംസീർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, LDF കൺവീനർ TP രാമകൃഷ്ണൻ, CPIM നേതാവ് EP ജയരാജൻ, DYFI നേതാവ് VK സനോജ് തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സാഹിത്യത്തിലായാലും സിനിമയിലായാലും MT നൽകിയ സംഭാവനകൾ ഏറെ വലുതായിരുന്നു. സമകാലീനരും പുതുതലമുറയിലെ എഴുത്തുകാരും അക്ഷരലോകത്തെ കാരണവർക്ക് വിട നൽകാനെത്തി. M മുകുന്ദൻ, MN കാരശ്ശേരി, ആലങ്കോട് ലീലാകൃഷ്ണൻ, സുഭാഷ് ചന്ദ്രൻ, KP രാമനുണ്ണി, മധുസൂദനൻ നായർ തുടങ്ങിയ നിരവധി സാഹിത്യകാരന്മാരാണ് MTക്ക് വിട നൽകാനെത്തിയത്. MTയുടെ കഥയിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമായ കുട്ടിയെടുത്തി കണ്ണീരോടെയാണ് കഥാകാരന് പ്രണാമമർപ്പിച്ചത്. നടൻ മോഹൻലാൽ പുലർച്ചെയോടെ ഇതിഹാസത്തെ യാത്രയയക്കാനെത്തി. MT ഹരിഹരൻ കൂട്ടുകെട്ടെന്നും മലയാള സിനിമയ്ക്ക് വലിയ മുതൽക്കൂട്ടായിരുന്നു. MTയുടെ ശക്തമായ തിരക്കഥ ഹരിഹരൻ രംഗത്താവിഷ്കരിച്ചപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് ക്ലാസിക് ചിത്രങ്ങളായിരുന്നു. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ നിറകണ്ണുകളോടെയാണ് ഹരിഹരൻ അവസാനമായി കാണാനെത്തിയത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, സംവിധായകരായ അടൂർ ഗോപാലകൃഷ്ണൻ, ഷാജി N കരുൺ, സത്യനന്ദിക്കാട്, സിബി മലയിൽ, കമൽ, നടന്മാരായ വിനീത്, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവരും MTക്ക് അന്തിമോപചാരം അർപ്പിച്ചു. അധികാരത്തിന്റെ അഹന്തകളോടെന്നും പുറംതിരിഞ്ഞു നിന്ന കഥാകാരൻ മലയാളത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കൃതികൾ കാലത്തെ അതിജീവിച്ച് തിളങ്ങി നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമേതുമില്ല. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.